ശ്രീമതി ബീന എസ്.ആറിൻ്റെ മാറ്റങ്ങൾ. തെളിഞ്ഞ ആകാശത്തിൻ്റെ നീലിമയിൽ ഈ പ്രഭാതത്തിന് പതിവിലും പ്രകാശമുണ്ടെന്ന് തോന്നി. ആ തോന്നൽ ഒരുപക്ഷെ ഇന്നലകളിലെ മഴക്കാറുകൊണ്ട് ഇരുണ്ട പ്രഭാതം കണ്ടിട്ടാണോ എന്നൊരു സംശയവുമില്ലാതില്ല. പതിവിലും നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറിയതാണ്. എന്തെന്നറിയില്ല, ഇന്ന് ജോലിക്കൊന്നും ഒരു നീക്കവുമില്ലാത്ത പോലെ. ഒരേ തുടക്കവും ഒരേ ഒടുക്കവും. തൻ്റെ ദിനചര്യകളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാതെ വർഷം 30 കഴിയുന്നു. പരാതിയൊന്നും പറയാതെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ ചെയ്തു തീർക്കുന്നു. വെളിച്ചം അടുക്കളയുടെ ജനലഴികളിലൂടെ വന്ന് പുഞ്ചിരിക്കുന്നു. അത് തന്നെ കളിയാക്കുകയാണോ, അതോ സാന്ത്വനിപ്പിക്കുന്നുവോ? ഓർമ്മകൾക്ക് തിളക്കം മങ്ങുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ചു ദിവസമാകുന്നു. മക്കളോടും ഭർത്താവിനോടും ഇടയ്ക്ക് സൂചിപ്പിക്കുകയും ചെയ്തു. എന്തെന്നറിയില്ല, ഇടയ്ക്കൊക്കെ വെച്ച സാധനങ്ങൾക്കായി കുറേ തിരയണം. ഓർമ്മ അത്രയ്ക്കങ്ങോട്ട് വരുന്നില്ല. അവർക്കത് തമാശയായിരുന്നു. അത് കേട്ടപ്പോൾ തനിക്കും തോന്നി തോന്നലാവുമെന്ന്. എന്നാൽ ഇന്നലെ കാതിൽ കിടന്ന കമ്മൽ ഊരി കഴുകിയിട്ട് എവിടെ വെച്ചുവെന്ന് ഇതുവരെയും ഓർമ്മ വന്നില്ല. ഇന്നത്തെ സ്വർണവിലയിൽ അത്രയും വാങ്ങണമെങ്കിൽ 50,000 രൂപ വേണ്ടിവരും. രാധിക കൊണ്ടെത്തുന്ന വാടകയും എവിടെ കൊണ്ട് വെച്ചു എന്നറിയാതെ വലഞ്ഞുപോയി. ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ഓരോരുത്തരായി അടുക്കളയിലേക്ക് വന്നു. അവർക്ക് ചായ എടുക്കുമ്പോൾ മോളോടായി ചോദിച്ചു, ഞാൻ ഇന്നലെ എൻ്റെ കമ്മലൂരി നിന്റെ കയ്യിലെങ്ങാനും തന്നോ ശ്രീകുട്ടി? അമ്മയ്ക്കെന്താ ഓർമ്മയില്ലേ? വാഷ് ബേസിനരികിലിരുന്ന കമ്മൽ ഞാനല്ലേ എടുത്ത് അമ്മയുടെ കയ്യിൽ തന്നത്. ഓ, അത് ശരിയാണല്ലോ. പിന്നെ ഞാനത് എവിടെ വെച്ചുവോ ആവോ? അമ്മ അലമാരിയിൽ പോയി നോക്ക്. നോക്കിയടി, ഇനി നീ കൂടി ഒന്ന് നോക്കണേ. കൂട്ടത്തിൽ 6,000 രൂപയും ഉണ്ടോന്നൊന്ന് നോക്ക്. മനസ്സിൽ വല്ലാത്തൊരു ഭയം ചിറകടിച്ചു. ഇതിങ്ങനെ പോയാൽ ഓർമ്മ നഷ്ടപ്പെട്ട് ചുറ്റിപ്പോവത്തേയുള്ളൂ. അമ്മേ, എന്താടി അലറുന്നത്? പഞ്ചസാരയ്ക്ക് പകരം ഉപ്പും കോരിയിട്ട് ചായ തന്നിരിക്കുന്നു. അവൾ ചായ കളഞ്ഞിട്ട് അകത്തേക്ക് പോയി. കുട്ടികളുടെ അച്ഛൻ എണീറ്റ് വന്നാൽ ഇതൊന്ന് പറയണം. രാവിലെ തന്നെ വിഷയം പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് വൈകിട്ട് പറയാമെന്ന് പിന്നെ തീരുമാനിച്ചു. ആ തീരുമാനത്തോടെ മറ്റു ജോലികളൊക്കെ ചെയ്തു തീർത്തു. ഇതെന്തൊരിപ്പാരാധേ? പിന്നിൽ നിന്ന് രമണേട്ടൻ്റെ ശബ്ദം കേട്ടാണ് ഉണർന്നത്. അടുപ്പത്തിരിക്കുന്നത് മുഴുവൻ കരിഞ്ഞല്ലോ. നീ എന്തെടുക്കുക ഇവിടെ? ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു നിന്റെ ഈ മാറ്റം. പുള്ളിക്കാരൻ ദേഷ്യത്തിൽ തന്നെ. ഞാനത് പറയാൻ തുടങ്ങുകയായിരുന്നു. ഓ, ഇനി നീ പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാൻ. നിന്റെ കൂട്ടുകാരൻ കല്യാണം വിളിക്കാൻ വന്നിട്ട് പോയതിൽ പിന്നെ നിനക്ക് വന്ന ഈ മാറ്റം നീ പറഞ്ഞിട്ട് വേണോ എനിക്ക് മനസ്സിലാക്കാൻ? അയ്യേ, ഈ മനുഷ്യൻ ഇതെന്തോന്നാ പറയുന്നത്? ഇല്ല, ഞാൻ പറയുന്നത് നിനക്ക് മോശമാവും. പണ്ടേ പലരും പറഞ്ഞിട്ടുള്ളതാ. അന്ന് അത് ഇത്രത്തോളം സീരിയസ് ആണെന്ന് അറിഞ്ഞിരുന്നില്ല. ഒരു കാര്യം ചെയ്യടി, അവൻ്റെ കൂടെ പോയാ മതിയുള്ളാവെങ്കിൽ പൊയ്ക്കോ. അവനിപ്പോ ഒറ്റയ്ക്കല്ലേ. മകളെ കെട്ടിച്ചു വിട്ടിട്ട് ഭാര്യയുള്ളത് നേരത്തെ മരിക്കുകയും ചെയ്തു. അച്ഛൻ ഇതെന്തോന്നാ പറയുന്നത്? അച്ഛൻ്റെ വർത്തമാനം കേട്ട് വന്ന ഉണ്ണി ചോദിച്ചു. അമ്മയ്ക്ക് കുറച്ച് ദിവസമായി ഓർമ്മക്കുറവുണ്ടെന്ന്, എല്ലാം മറന്നു പോകുന്നെന്ന്. ഓ, കുറച്ച് കഴിയുമ്പോൾ അവൾ എന്നെയും നിന്നെയും ഒക്കെ മറക്കും. അതിനുള്ള തയ്യാറെടുപ്പാ ഇത്. ഉണ്ണി, നിനക്ക് പോകാറായെങ്കിൽ കാപ്പി കുടിച്ചിട്ട് പോകാൻ നോക്ക്. ഒരൽപ്പം ദേഷ്യത്തോടെ ഞാൻ പറഞ്ഞു. ദയനീയമായി മകൻ തൻ്റെ മുഖത്തേക്ക് നോക്കി തീന്മേശയ്ക്കരികിലിരുന്നു. അമ്മേ, ദോശയ്ക്ക് ഉപ്പിട്ടിട്ടില്ല. അത് കേട്ടതും രമണേട്ടൻ ഉറക്കെ ചിരിച്ചു. അതും മറവിയാവും എന്ന് പറഞ്ഞ് ചായ ഗ്ലാസുമായി മുൻവശത്തേക്ക് പോയി. എന്തു പറയാൻ എന്ന ചിന്തയോടെ വീണ്ടും തൻ്റെ കർമ്മങ്ങളിലേക്ക് തിരിഞ്ഞു. അമ്മ വിഷമിക്കണ്ട. എൻ്റെ ഒരു കൂട്ടുകാരൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. അമ്മയ്ക്കറിയാം അവനെ, ഗണേഷ് എന്നു പേരുള്ള പോറ്റിക്കുട്ടിയെ. അവനോട് ചോദിക്കട്ടെ. അവൻ അത്രയെങ്കിലും പറയാൻ തോന്നിയല്ലോ എന്ന സമാധാനത്തോടെ നനഞ്ഞ മിഴികൾ മകൻ കാണാതിരിക്കാൻ വേണ്ടി അവിടെ നിന്നും നടന്നു മാറി.